നമസ്കാരം. പ്രധാന വാർത്തകൾ. മണ്ണാർക്കാട് ചങ്ങലേരിയിൽ ഒരാൾക്ക് കൂടി നിപ സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസം നിപ ബാധിച്ച് മരിച്ച 57-കാരൻ്റെ മകനാണ് രോഗം സ്ഥിരീകരിച്ചത്. കണ്ടെയ്ൻമെന്റ് സോണിൽ പ്രവേശനത്തെ ചൊല്ലി യുവാവിന് പോലീസിന്റെ മർദ്ദനം. മണ്ണാർക്കാട്ടെ നിപയുടെ പശ്ചാത്തലത്തിൽ അയൽ പഞ്ചായത്തായ കരിമ്പുഴയിലും നിയന്ത്രണം കടുപ്പിച്ചു. 3 വാർഡുകൾ പൂർണ്ണമായും അടച്ചിടുമെന്ന് പ്രസിഡന്റ്. ജനങ്ങൾക്ക് കർശന ജാഗ്രതാ നിർദ്ദേശം. പെരിന്തൽമണ്ണ ചെർപ്പളശ്ശേരി പാതയിൽ ആനമങ്ങാട് വാഹനാപകടം. കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികനായ യുവാവ് മരിച്ചു. 23-കാരനായ ആഷിഖാണ് മരിച്ചത്. ചെർപ്പളശ്ശേരിയിൽ കോളേജ് ബസ്സിന് മുകളിൽ മരം വീണ അപകടം, ആർക്കും പരിക്കില്ല. കൊളക്കാട് നിയന്ത്രണം വിട്ട വാൻ റോഡിൽ മറിഞ്ഞു. മണ്ണാർക്കാട് കുരുത്തിച്ചാലിൽ വരും സുരക്ഷിത ടൂറിസം. ഇവിടെ വെർജിൻ വാലി ടൂറിസം പദ്ധതി ഉടൻ ആരംഭിക്കുമെന്ന് MLA. കാടിന്റെയും പുഴയുടെയും ഭംഗി സുരക്ഷിതമായി ആസ്വദിക്കാൻ കഴിയുന്നതാവും പദ്ധതി. ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്ന വിധമുള്ള അങ്ങാടിപ്പുറം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ വാട്സാപ്പ് സംഭാഷണത്തെ ചൊല്ലി വിവാദം. ഭീഷണി മൂലം ഉദ്യോഗസ്ഥർ മാറിപ്പോകുന്നുവെന്ന വാദം ശരിവെക്കുന്നതാണ് സംഭാഷണമെന്ന് CPM. പ്രശ്നം പരിഹരിച്ചതെന്ന് വൈസ് പ്രസിഡന്റ് ഷബീർ കർമ്മു. വിശദമായ വാർത്തകൾ നോക്കാം. മണ്ണാർക്കാട് ഒരാൾക്ക് കൂടി നിപ സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസം ചങ്ങലേരിയിൽ മരിച്ച 57-കാരൻ്റെ മകനാണ് നിപ ബാധിച്ചത്. ഇതോടെ നിയന്ത്രണങ്ങൾ കൂടുതൽ കർശനമാക്കി. ശനിയാഴ്ച വൈകിട്ടാണ് ചങ്ങലേരി സ്വദേശി നിപ ബാധിച്ച് മരിച്ചത്. ഇദ്ദേഹത്തെ ആശുപത്രിയിലെത്തിച്ചത് മകനായിരുന്നു. തിങ്കളാഴ്ച മകന് ലോകരക്ഷണം ആരംഭിച്ചതോടെ പാലക്കാട് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി. തുടർന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റി. നിപ സ്ഥിരീകരിച്ചതോടെയാണ് രോഗിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. പഞ്ചായത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയതായി പ്രസിഡന്റ് രാജനാമ്പാടത്ത് പറഞ്ഞു. ആരോഗ്യ പ്രവർത്തകർ സ്ക്വാഡുകളായി തിരിഞ്ഞ് വീടുകളിൽ സർവേ നടത്തുന്നുണ്ട്. കണ്ടെയ്ൻമെന്റ് സോണുകളിലേക്ക് കൂടുതൽ പോലീസിനെ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. താലൂക്കിൽ ആദ്യം നിപ റിപ്പോർട്ട് ചെയ്ത തച്ചനാട്ടുകര സ്വദേശിനി ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. കുമരമ്പത്തൂരിൽ ഒരാൾക്ക് കൂടി നിപ സ്ഥിരീകരിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ജാഗ്രത ശക്തമാക്കിയ അയൽ പഞ്ചായത്തായ കരിമ്പുഴയിലെ കണ്ടെയ്ൻമെന്റ് സോൺ വാർഡുകൾ പൂർണ്ണമായും അടച്ചിടാൻ തീരുമാനിച്ചതായി പ്രസിഡന്റ് KM ഹനീഫ പറഞ്ഞു. കുമരമ്പത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ചങ്ങലേരിയിൽ നിപ സ്ഥിരീകരിച്ചതിനാൽ കരിമ്പുഴ പഞ്ചായത്തിലെ 4, 6, 7 വാർഡുകൾ അടച്ചിട്ടുണ്ടെങ്കിലും ചങ്ങലേരിയിൽ ഒരു കേസ് കൂടി റിപ്പോർട്ട് ചെയ്തതോടെ നിയന്ത്രണങ്ങൾ കർശനമാക്കി കരിമ്പുഴ ഗ്രാമപഞ്ചായത്തും ആരോഗ്യവകുപ്പും. ആളുകൾ നിയന്ത്രണവുമായി പൂർണ്ണമായി സഹകരിക്കണമെന്ന് പ്രസിഡന്റ് KM ഹനീഫ പറഞ്ഞു. മൂന്നാമത്തെ ഒരാൾ കൂടെ നിപ ബാധിച്ച ഈ സാഹചര്യത്തിൽ സ്വാഭാവികമായും കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ 4, 6, 7 വാർഡുകൾ അടച്ചിട്ടിരിക്കുകയാണ്. പക്ഷേ ഇന്ന് വീണ്ടും SP-യുടെയും മെഡിക്കൽ വിഭാഗത്തിൻ്റെയും ഒക്കെ നിർദ്ദേശം വന്നിട്ടുണ്ട്. കൂടുതൽ ശക്തമായ രീതിയിലേക്ക് ഈ അടച്ചിടൽ പരിപൂർണമാക്കണം എന്നുള്ളത് ഒരു അറിയിപ്പ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് നമ്മൾ തീർത്തും പൂർണ്ണമായ രീതിയിൽ തന്നെ നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. 6, 7 വാർഡുകൾ കരിമ്പുഴ 2 വില്ലേജിലാണുള്ളത്. അവിടെ നിന്ന് ഒരാളും തന്നെ പുറത്തേക്കോ അകത്തേക്കോ പോകാത്തൊരു സാഹചര്യം ഉണ്ടാകാൻ സ്വയമേവ ആളുകൾ തയ്യാറാകുകയും തീരുമാനമെടുക്കുകയും വേണം. അതേപോലെ തന്നെ കാവണ്ട 4-ാം വാർഡ് ഇതേ അവസ്ഥയിലാണുള്ളത്. പക്ഷെ നമ്മളുടെ ജനങ്ങൾക്ക് എത്ര നമ്മൾ പറഞ്ഞാലും അത് മനസ്സിലാകാത്ത ഒരു വിധമാണുള്ളത്. മെഡിക്കൽ വിഭാഗമായാലും പോലീസായാലും മറ്റേത് സംവിധാനം പറഞ്ഞാലും നമ്മൾ അതിനെ ഓവർകം ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത്. കോവിഡ് പോലെയല്ല നിപ എന്ന് എല്ലാവർക്കും അറിയാം. നിപ വന്നാൽ 75% എന്ന് മെഡിക്കൽ വിഭാഗം പറയുന്നുണ്ടെങ്കിലും 100% തന്നെയാണ് ഡെത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് വളരെ മാരകമാണ്. ഈ 4-ാം വാർഡിലെയും 6-ലെയും 7-ലെയും ശക്തമായ കാവൽ 24 മണിക്കൂറും പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആരും ആശുപത്രിയിലേക്കാണ് അല്ലെങ്കിൽ മറ്റാവശ്യങ്ങൾക്കാണെന്ന് പറഞ്ഞ് വന്നാൽ ആരെയും നമ്മൾ പുറത്തേക്ക് വിടില്ല. ഏത് ആവശ്യമുണ്ടെങ്കിലും പോലീസിനോടോ പഞ്ചായത്ത് മെമ്പർമാരോടോ RRT പ്രവർത്തകന്മാരോട് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട എന്ത് സഹായകനാണെങ്കിലും അത് അവിടെ എത്തിച്ചു തരും. അതുകൊണ്ട് ജനങ്ങളോട് പറയാനുള്ളത് നിർബന്ധമായും മാസ്ക് ധരിക്കുക. കണ്ടെയ്ൻമെന്റ് സോണിലുള്ള ആളുകൾ നിർബന്ധമായും N95 മാസ്ക് തന്നെ ധരിക്കണം. അതോടൊപ്പം തന്നെ പുറത്തുള്ള ആളുകൾ പാലക്കാട് ജില്ലയിൽ തന്നെ മാസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. അത് പാലിക്കുക. കൂട്ടം കൂടി നിൽക്കുന്നത് ഒഴിവാക്കുക. അകലം കൃത്യമായി പാലിക്കുക. സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകുക തുടങ്ങിയ ആരോഗ്യ പ്രവർത്തകർ നിർദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യണമെന്ന് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റായിട്ട് അല്ല, നിങ്ങളുടെയൊക്കെ ഒരു സുഹൃത്തായി സഹോദരനായി താഴ്മയോടെ എല്ലാവരോടും അപേക്ഷിക്കുകയാണ്.
നിപ ബാധിച്ച് രോഗി മരിച്ച കുമരമ്പത്തൂർ കണ്ടെയ്ൻമെന്റ് സോണിൽ യുവാവിന് മർദ്ദനം. കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്ന് പുറത്തു കടക്കാൻ ശ്രമിച്ച യുവാവും പോലീസും തമ്മിലുണ്ടായ തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചത്. പെരുമ്പടൂരി 1-ാം മൈൽ മഞ്ചിത്തോടി ഉമ്മറിനാണ് പോലീസ് മർദ്ദനത്തിൽ പരിക്കേറ്റത്. ഉച്ചയ്ക്ക് ന്യൂ അൽമ ആശുപത്രിക്ക് സമീപത്തെ കവലയിലാണ് സംഭവം. കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്ന് പുറത്തുപോകാനെത്തിയ യുവാവിനെ പോലീസ് തടഞ്ഞു. അതേസമയം ബാരിക്കേഡിന് സമീപം പോലീസിനെ കൂടാതെ കണ്ടെയ്ൻമെന്റ് സോണിലുള്ളവരും കാവൽക്കാരായി നിൽക്കുന്നത് യുവാവ് ചൂണ്ടിക്കാണിച്ചു. ഇതോടെ പോലീസും യുവാവും തമ്മിൽ തർക്കവും അസഭ്യം വിളിയും നടത്തി. തുടർന്ന് പോലീസ് യുവാവിനെ മർദ്ദിച്ച് തിരിച്ചയച്ചു. പിന്നീട് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അതേസമയം നേരത്തെ യുവാവിനോട് മടങ്ങിപ്പോകാൻ പറഞ്ഞിരുന്നതാണെന്നും ഇതനുസരിക്കാതെ വീണ്ടും എത്തി പോലീസുകാരെ അസഭ്യം പറയുകയായിരുന്നു എന്നാണ് പോലീസിന്റെ വാദം. പെരിന്തൽമണ്ണ ചെർപ്പശ്ശേരി പാതയിൽ ആനമങ്ങാട് കൃഷ്ണപ്പടിയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. ആനമങ്ങാട് ഉടമല വട്ടപ്പറമ്പിൽ മുഹമ്മദ് അലിയുടെ മകൻ ആഷിഖാണ് മരിച്ചത്. 23 വയസ്സായിരുന്നു. ബുധനാഴ്ച വൈകിട്ട് 3:30 മണിയോടെയാണ് അപകടം ഉണ്ടായത്. ആനമങ്ങാട് കൃഷ്ണപ്പടിക്കും ഹൈസ്കൂൾ പടിക്കും ഇടയിലാണ് അപകടം സംഭവിച്ചത്. ആനമങ്ങാട് നിന്നും പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് ആഷിഖ് ഓടിച്ചിരുന്ന ബൈക്ക് പാലക്കാട്ടേക്ക് പോവുകയായിരുന്ന ഇന്നോവ കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. വാഹനങ്ങൾ അമിത വേഗതയിലായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. ഗുരുതരമായി പരിക്കേറ്റ ആഷിഖിനെ പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. പെരിന്തൽമണ്ണ ചെറുപ്പശ്ശേരി പാതയിൽ ആനമങ്ങാട് വിലക്കത്ര വളവിലും കൃഷ്ണപ്പടി വളവിലും അപകടങ്ങൾ പതിവാണ്. ഈ അപകടമുണ്ടായ സമീപത്തായി കൃഷ്ണപ്പടി സ്റ്റോപ്പിൽ കഴിഞ്ഞ ദിവസം ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് മരത്തിൽ ഇടിച്ച് അപകടം സംഭവിച്ചിരുന്നു. ഈ അപകടത്തിൽ ഓട്ടോ ഡ്രൈവർക്കും യാത്രക്കാരനും പരിക്കേറ്റിരുന്നു. ഇവിടെ അപകടങ്ങൾ ഇല്ലാതാക്കുന്നതിന് അധികൃതർ സൂചനാ ബോർഡുകൾ സ്ഥാപിക്കുകയോ മുൻകരുതലുകൾ സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല. അപകട വളവുകൾ നിവർത്താൻ മുമ്പ് സർവേ നടത്തിയിരുന്നെങ്കിലും നടപടികൾ എങ്ങുമെത്തിയിട്ടില്ല. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. കോളേജ് വിദ്യാർത്ഥികളുമായി വരികയായിരുന്ന ബസ്സിന് മുകളിലേക്ക് മരം വീണ് അപകടം. ചെറുപ്പശ്ശേരി മലബാർ പോളിടെക്നിക്കിൻ്റെ ബസ്സിന് മുകളിലേക്കാണ് ഇലക്ട്രിക് ലൈനിലൂടെ മരം കടപുഴകി വീണത്. ബസ് ഡ്രൈവർക്ക് ഷോക്കേറ്റു. ബുധനാഴ്ച ഉച്ചയോടെ പെയ്ത ശക്തമായ മഴയിലാണ് മരം കടപുഴകി വീണത്. കോളേജ് വിട്ട് വിദ്യാർത്ഥികളുമായി വരികയായിരുന്ന മലബാർ പോളിടെക്നിക് ക്യാമ്പസിൻ്റെ 1-ാം നമ്പർ ബസ്സിന് മുകളിലേക്കാണ് സെക്രട്ടറി പടി ഭാഗത്ത് വെച്ച് മരം കടപുഴകി വീണത്. സമീപത്തെ ഇലക്ട്രിക് ലൈനിന് മുകളിലൂടെയാണ് മരം ബസ്സിന് മുകളിലേക്ക് പതിച്ചത്. ബസ്സിന് മുകളിലും ലൈൻ കമ്പികളിലൂടെയുമായി മരം വീണതോടെ വലിയ പൊട്ടിത്തെറി ശബ്ദവും തീയും ഉയർന്നിരുന്നതായും ഇത് വിദ്യാർത്ഥികളെ വലിയ രീതിയിൽ ഭയപ്പെടുത്തിയതായും ബസ് ഡ്രൈവർ പറഞ്ഞു. ഇത് ഉച്ചക്ക് ക്ലാസ് വിട്ട് വരുന്ന വരവിൽ കുട്ടികൾ ഇങ്ങോട്ട് വരികയായിരുന്നു. ആ നേരത്താണ് ഇത് സംഭവിച്ചത്. കുട്ടികൾ കൊണ്ടാകുന്ന നല്ലണം. പിന്നെ നല്ലൊരു മഴ വന്ന് ആ മഴയത്താണ് ഇത് സംഭവം. മിക്ക കാര്യമൊന്നുമില്ല, നമുക്ക് കയ്യിന് ഒരു അടി ഉണ്ടായി, അത്രേ ഉള്ളൂ. ഷോക്ക് അടിച്ച മാതിരി ഡോറിൻ്റെ, എല്ലാ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. കുട്ടികൾക്കൊന്നും ഒരു കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. കുട്ടികളൊക്കെ പേടിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ. എന്താ വെച്ചാൽ നല്ല സൗണ്ട് വന്നു, അതുണ്ടായത്. പിന്നെ പതുക്കെ പോകുന്നതിന് സ്പീഡ് ഉണ്ടാവില്ല. മഴയുടെ ഏറ്റവും വലിയ ആകെ പൊട്ടിത്തെറിക്കുന്ന സൗണ്ടൊക്കെ അപകടത്തിൽ ഡ്രൈവർ മുഹമ്മദ് അലിക്ക് ഷോക്കേറ്റിട്ടുണ്ട്. മറ്റാർക്കും പരിക്കില്ല. സംഭവത്തെ തുടർന്ന് ഏറെ നേരം ഈ വഴി ഗതാഗതം തടസ്സപ്പെട്ടു. പ്രദേശത്തെ വൈദ്യുതി ബന്ധവും താറുമാറായി. അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷബീർ കറുമുക്കിൽ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ സംസാരിച്ചത് വിവാദമായി. CPM ഇതിനെതിരെ രംഗത്ത് വന്നു. ഭീഷണി മൂലം പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ സ്ഥലം മാറിപ്പോകുന്നുവെന്ന CPMന്റെ വാദം ശരിവച്ചിരിക്കുകയാണെന്ന് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും CPM അങ്ങാടിപ്പുറം ലോക്കൽ കമ്മിറ്റി അംഗവുമായ K. ദിലീപ് പറഞ്ഞു. എന്നാൽ മൃഗാശുപത്രിയുമായി ബന്ധപ്പെട്ട കാര്യം ഇംപ്ലിമെന്റിംഗ് ഓഫീസറോട് പറഞ്ഞതാണെന്നും ഈ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ടെന്നും വൈസ് പ്രസിഡന്റ് ഷബീർ കറുമുക്കിൽ പറഞ്ഞു. അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ ഉദ്യോഗസ്ഥർ ഇല്ലാത്തതിനാൽ വികസന പദ്ധതികൾ മുടങ്ങുന്നതായി UDF നേതാക്കളും പഞ്ചായത്ത് അംഗങ്ങളും കഴിഞ്ഞ ദിവസം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു.
UDF ഭരിക്കുന്ന പഞ്ചായത്തിലേക്ക് സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥരെ അനുവദിക്കുന്നില്ല എന്നായിരുന്നു നേതാക്കളുടെ വിശദീകരണം. എന്നാൽ ഭരണസമിതി അംഗങ്ങളുടെ ഭീഷണി മൂലം ഉദ്യോഗസ്ഥർ സ്ഥലം മാറിപ്പോകുന്നുവെന്ന CPMന്റെ ആരോപണത്തെപ്പറ്റി ചോദിച്ചപ്പോൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷബീർ കറുമുഖിൽ ഇങ്ങനെയാണ് അന്ന് പറഞ്ഞത്. സെക്രട്ടറിമാരെ എല്ലാ ഉദ്യോഗസ്ഥന്മാരെ നമ്പർ ഞങ്ങൾ തരാം. ഞങ്ങളുടെ കൂട്ടത്തിലെ 13 മെമ്പർമാരിൽ നിന്ന് ഒരാൾ പോലും എന്തെങ്കിലും രീതിയിൽ സമ്മർദ്ദം ചെലുത്തിയോ തെളിയിച്ചാൽ നമ്മൾ ഒരു ചലഞ്ചായി ഏറ്റെടുക്കുകയാണ്. നമ്മൾ എന്തെങ്കിലും രീതിയിൽ പഞ്ചായത്ത് പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനോ മെമ്പർമാരോ ആരെങ്കിലും ഒരാൾ ഏതെങ്കിലും രീതിയിൽ സമ്മർദ്ദം ചെലുത്തിയിട്ടോ തെളിയിക്കാൻ നമ്മൾ CPMനെ വെല്ലുവിളിക്കുകയാണ്. ഈ പറഞ്ഞതിന് വിപരീതമായി വാട്സപ്പ് ഗ്രൂപ്പിൽ ഇംപ്ലിമെന്റിംഗ് ഓഫീസറുടെ പേര് പറഞ്ഞു വന്ന വൈസ് പ്രസിഡന്റിന്റെ ഭീഷണി രീതിയിലുള്ള ശബ്ദം CPM അംഗങ്ങൾ പുറത്തുവിട്ടു. പഞ്ചായത്ത് അംഗങ്ങളും ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്ന ഗ്രൂപ്പിൽ നിന്നാണ് ഇത് ചോർന്നത്. പലതവണ പരാതി കൊടുത്തു എന്നാണ് പറഞ്ഞത്. രാഷ്ട്രീയക്കാർ രാഷ്ട്രീയത്തിനനുസരിച്ച് പല കാര്യങ്ങളും പല ഇതും ചെയ്യും. ആ കരുതിയിട്ട് ഇംപ്ലിമെന്റ് ഓഫീസറെ ശ്രീജിത്ത് പറയുന്നുണ്ടല്ലോ, അത് നല്ലാവൂല. എനിക്ക് എൻ്റെ ഈ ഗ്രൂപ്പിൽ ഔദ്യോഗിക ഗ്രൂപ്പിൽ തന്നെ പറയണത് അത് നോക്കിയും കൊണ്ട് സംസാരിച്ചോണ്ട് വാർത്തക്കാരോട് സംസാരിക്കുമ്പോൾ അത് നല്ലതാവൂല. എനിക്ക് ഇത് ഏത് കൊമ്പത്തായാലും പാടില്ല, ഏത് സംഘടന ആയാലും പാടില്ല. ഈ ചങ്ങാടിപ്പുറം പഞ്ചായത്തിൽ 3 തവണ പരാതി കൊടുത്ത രേഖ വേണ്ടടാ. ഒലക്കില് വർത്താനം പറയാൻ നിൽക്കരുത് കേട്ടോ വെറുതെ. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഭീഷണി തരത്തിലുള്ള ശബ്ദം പുറത്തായതോടെ CPM അംഗങ്ങൾ പറഞ്ഞത് ശരിവെക്കുന്നുവെന്ന് LC കമ്മിറ്റി അംഗവും പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ K ദിലീപ് പറഞ്ഞു. ഒന്ന്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ വ്യക്തിപരമായിട്ടുള്ള വെല്ലുവിളിയായിട്ടൊന്നും ഞങ്ങൾ അതിനെ കാണുന്നില്ല. പകരം അത് ആ ഭരണസമിതിയുടെ തന്നെ വെല്ലുവിളിയായിട്ടാണ്. അന്ന് ആ പത്രസമ്മേളനത്തിനകത്ത് ഉണ്ടായിരുന്നത് പഞ്ചായത്തിന്റെ ഭരണസമിതി അംഗങ്ങളുണ്ട്, അവരുടെ രാഷ്ട്രീയ പാർട്ടിയുടെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരുണ്ട്. അവരുടെ സാന്നിധ്യത്തിൽ ഇരുന്നു കൊണ്ടാണ് പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് അത്തരം വെല്ലുവിളികൾ ഉയർത്തിയത്. ആ വെല്ലുവിളിയിൽ പറയുന്നത് എന്താണ്? ഞങ്ങളുടെ എല്ലാം തന്നെ ഞങ്ങളുടെ ആരുടെയെങ്കിലും ഭാഗത്തു നിന്ന് ഈ ഇത്തരത്തിലുള്ള ജീവനക്കാർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണി ഉണ്ട് എന്നുള്ളത് നിങ്ങൾ തെളിയിച്ചാൽ ഞങ്ങൾ രാജിവെക്കാമെന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. രാജിവെക്കണോ വേണ്ടേ എന്നുള്ളതൊക്കെ അത്തരം ആരോപണങ്ങളും അത്തരം വെല്ലുവിളികളും ഉയർത്തിയിട്ടുള്ള ആളുകളുടെ ധാർമ്മികതയ്ക്ക് അനുസരിച്ച് ചെയ്യട്ടെ. രാജിവെക്കണം എന്നുള്ളത് തന്നെയാണ് പൊതുജനങ്ങളുടെ ആകമാനം എന്നുള്ള അഭിപ്രായം. പല വാർത്തകളും സോഷ്യൽ മീഡിയ വഴിയൊക്കെല്ലാം തന്നെ വരുന്നുണ്ട്. അതിലേക്ക് കടക്കുന്നില്ല. ഇവിടുത്തെ പ്രശ്നം എന്താ? ഞങ്ങൾ ഉന്നയിച്ചത് കഴിഞ്ഞ 4 വർഷക്കാലമായി പഞ്ചായത്തിനകത്ത് നടപ്പിലാക്കേണ്ട പദ്ധതികൾ നടപ്പിലാക്കാതെ വരുന്നത് ചൂണ്ടിക്കാണിക്കുമ്പോൾ, അതുപോലെ തന്നെ പല സേവനങ്ങളും ഈ പൊതുജനങ്ങൾക്ക് കിട്ടാതെ വരുന്ന സമയത്ത് അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇവിടെ ജീവനക്കാരില്ല, ജീവനക്കാരെ ബോധപൂർവം സ്ഥലം മാറ്റുന്നു എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. അത് പൊതുജനങ്ങളോട് പറഞ്ഞിട്ടുള്ള കള്ളമാണ് എന്നുള്ളതാണ്, പച്ച കള്ളമാണ് എന്നുള്ളതാണ്. പകരം എന്താ സംഭവിക്കുന്നത്? ഇവരുടെ ഇടപെടലിന്റെ ഭാഗമായി, ഇവരുടെ രാഷ്ട്രീയ താല്പര്യത്തിനനുസരിച്ച് വഴങ്ങാത്തതിന്റെ ഭാഗമായിട്ടുള്ള ഇപ്പോൾ നിങ്ങൾ മുമ്പ് കേട്ടിട്ടുള്ള ഭീഷണി പോലുള്ള സ്വരങ്ങൾ ഇവരുടെ പഞ്ചായത്തിന്റെ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. അതിന്റെ സമ്മർദ്ദം സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് സ്വയം അപേക്ഷ നൽകി ട്രാൻസ്ഫർ വാങ്ങി പോകുന്ന ഉദ്യോഗസ്ഥരാണ് അവർ. സ്വയം ട്രാൻസ്ഫർ വാങ്ങി പോകുന്നതാണ്. അതല്ല എന്നുള്ളത് തെളിയിക്കുന്നതിന് വേണ്ടി സാധിക്കുമോ? മൃഗാശുപത്രിയിലെ ഡോക്ടറുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഗ്രൂപ്പിൽ പറഞ്ഞതെന്നും LDF UDF അംഗങ്ങളും ഇത്തരത്തിൽ പറയാറുണ്ടെന്നും ഈ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ടെന്നും വൈസ് പ്രസിഡന്റ് ഷബീർ കറുമുഖിൽ പറഞ്ഞു. തന്റെ ശബ്ദം ഗ്രൂപ്പിൽ നിന്നും CPM അംഗങ്ങൾ ചോർത്തിയതാണെന്നും ഷബീർ കറുമുഖിൽ പറഞ്ഞു. ഞങ്ങൾ ഗ്രാമപഞ്ചായത്തിലെ മെമ്പർമാരും ഇംപ്ലിമെന്റ് ഓഫീസർമാരൊക്കെ ഉള്ള ഗ്രൂപ്പിൽ നമ്മൾ പറഞ്ഞതാണ്. അത് പറഞ്ഞതെന്ന് വെച്ചാൽ ആ ഡോക്ടർ പറഞ്ഞത് ശരിയല്ല ഉള്ള വിഷയം നമ്മൾ സൂചിപ്പിച്ച് പറഞ്ഞതാണ്. അതിനുശേഷം ഡോക്ടർ ഞങ്ങൾക്ക് സംസാരിച്ചിരുന്നു. ഞങ്ങൾ മെമ്പർമാരും ഇതൊക്കെ ഞങ്ങൾ ഗ്രൂപ്പിൽ അങ്ങനെ സംസാരിക്കുന്നുണ്ട്. LDF മെമ്പർമാർ സംസാരിച്ച നിരവധി വോയിസുകൾ നമ്മളേക്ക് ഉണ്ട്. പക്ഷെ അതൊക്കെ നമ്മളൊരു മാന്യത്തിന്റെ നമ്മൾ പുറത്തു വിടാറില്ല. കാരണം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരങ്ങൾ ഉണ്ടാകാനുണ്ട്. പക്ഷെ ഇത് ഏതൊരു LDF മെമ്പർ, മുതിർന്ന LDF മെമ്പർമാരായുണ്ട്, അവരല്ലാത്ത ഏതൊരു മെമ്പർമാർ ഇത് പുറത്തു വിട്ടതാണത്. അത് സംസാരിച്ച് തീർത്ത വിഷയമാണത്. അത് പറയാനുള്ള കാരണം മൃഗാശുപത്രിയിലെ ഡോക്ടർ പുതിയതായി വന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞത് 3 തവണ പഞ്ചായത്തിൽ പരാതി കൊടുത്തു എന്നുള്ളതാണ്. 3 തവണ പഞ്ചായത്തിൽ പരാതി കൊടുക്കാനുള്ള സമയം അദ്ദേഹത്തിന് ആയിട്ടില്ല എന്ന് എനിക്ക് 100% പരിപൂർണ്ണ ബോധമുള്ളത് കൊണ്ടാണ് ഞാൻ അദ്ദേഹത്തോട് അങ്ങനെ സംസാരിച്ചത്. പിന്നീട് അദ്ദേഹം വിളിച്ച് എന്നോട് സംസാരിച്ചു, തെറ്റുപറ്റി എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യനല്ലേ, അപ്പൊ അദ്ദേഹത്തിനും ചിലപ്പോൾ ഒരു പക്ഷേ ആ ഒരു തെറ്റുപറ്റിയതായിരിക്കാം. അതുകൊണ്ട് അദ്ദേഹം തെറ്റുപറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മോട് സംസാരിച്ച് ഭരണസമിതിയുടെ പ്രസിഡന്റിനോടും വൈസ് പ്രസിഡന്റിനോടൊക്കെ സംസാരിച്ചിട്ട് ആ പ്രശ്നം ഞങ്ങൾ തീർത്തിട്ടുണ്ട്. അത് പഞ്ചായത്ത് LDF ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ വരുന്ന അന്ന് ഞാനൊരു വെല്ലുവിളി വിളിച്ചിരുന്നു, ഒരു ചലഞ്ചായിട്ട് ഏറ്റെടുത്തിരുന്നു. അതിന് ശേഷമുള്ള ഒരു വോയിസാണത്, അതിന് മുമ്പത്തെ ഒരു വോയിസ് അല്ല.
നിങ്ങൾക്ക് അങ്ങനെ ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ നിങ്ങളുടെ പത്രമാധ്യമങ്ങൾക്കൊക്കെ പോയി ചോദിച്ചാൽ അറിയാം നമ്മൾ ഏതൊക്കെ രീതിയിലാണ് അവരോട് പെരുമാറുന്നതെന്ന് ഈ പറയുന്ന ഡോക്ടറോട് പോയി ചോദിച്ചാലും അറിയാം. പിന്നെ അതിനുശേഷം ഞങ്ങൾ നിരന്തരം ബന്ധപ്പെട്ട് സംസാരിച്ച് ആ വിഷയം തീർത്തിട്ടുണ്ട്. മണ്ണാർക്കാട് കല്ലടി MES കോളേജിൽ MSF KSU സംഘർഷം. നവാഗതരെ സ്വാഗതം ചെയ്യുന്നതിന്റെ ഭാഗമായി കവാടത്തിൽ പച്ചയും നീലയും പെയിന്റ് അടിച്ചതിനെ ചൊല്ലിയുള്ള തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. KSUവിന്റെ ബോർഡുകൾ നശിപ്പിച്ചു. കോളേജ് കവാടത്തിൽ KSU അടിച്ച നീല പെയിന്റിന് മുകളിൽ MSFുകാർ പച്ച പെയിന്റ് അടിച്ചുവെന്ന് KSUവും തങ്ങൾ പെയിന്റ് അടിച്ച ഭാഗത്ത് KSU പെയിന്റ് അടിച്ചുവെന്ന് MSFും വാദിച്ചു. ഇതിനിടെ കവാടത്തിലെ സ്റ്റെപ്പിന് മുകളിൽ KSUക്കാർ കരിയൂരിൽ ഒഴിച്ചതാണ് സംഘർഷത്തിൽ കലാശിച്ചത്. ഇത് MSFുകാരെ ചൊടിപ്പിച്ചു. MSFിന്റെ നേതൃത്വത്തിൽ KSUവിന്റെ ഫ്ലക്സും തല്ലി തകർത്തു. മണ്ണാർക്കാട് മണ്ഡലത്തിൽ UDF ഒന്നിച്ചാണ് മത്സരമെങ്കിലും MES കോളേജിലെത്തിയാൽ കളി മാറും. MSF KSU ബദ്ധശത്രുക്കളാണ് കോളേജിൽ. കോഴിക്കോട് കല്ലായിയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോകലിന് ഇരയായ ട്രാവൽസ് ഉടമയെ കണ്ടെത്തി. കസബ പോലീസ് നടത്തിയ പരിശോധനയിൽ കിഴക്കേതലയിലെ വാടകമുറിയിൽ നിന്നാണ് ട്രാവൽസ് ഉടമ KP ബിജുവിനെ കണ്ടെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് 4 പേരെ കരുവാരക്കുണ്ടിൽ നിന്ന് കസബ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് കല്ലായിയിലെ ട്രാവൽസ് ഉടമ ബിജുവിനെ ഒരു സംഘം ആളുകൾ തട്ടിക്കൊണ്ടുപോയത്. ബിജുവിന്റെ സുഹൃത്ത് അരുൺകുമാറാണ് കസബ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. KL10 AR 0846 എന്ന നമ്പറിലുള്ള എർട്ടിക കാറിലാണ് ബിജുവിനെ കടത്തിക്കൊണ്ടുപോയതെന്നും പോലീസിന് വിവരം ലഭിച്ചു. തുടർന്ന് വാഹനം ട്രാക്ക് ചെയ്ത് നടത്തിയ അന്വേഷണത്തിൽ കരുവാരക്കുണ്ടിൽ ഉണ്ടെന്ന വിവരം ലഭിച്ചു. ആദ്യം മഞ്ചേരി സ്വദേശികളായ 2 പേരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിൽ നിന്ന് വടിവാളും പോലീസ് കണ്ടെത്തി. പിന്നീടാണ് കിഴക്കേതലയിലെ വാടകമുറിയിൽ കെട്ടിയിട്ട നിലയിൽ ബിജുവിനെ കണ്ടെത്തിയത്. ഇത് പ്രകാരം മറ്റു 2 പേരെ കൂടി കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് കസബ പോലീസിന്റെ നേതൃത്വത്തിൽ തുടരന്വേഷണം പുരോഗമിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കരുവാരക്കുണ്ട്. ഇടവേള. മറ്റു വാർത്തകൾ. മണ്ണാർക്കാട് കുരുത്തിച്ചാലിൽ സുരക്ഷ ഉറപ്പാക്കി വെർജിൻ വാലി ടൂറിസം പദ്ധതി ഉടൻ ആരംഭിക്കുമെന്ന് DTPC. കാടിൻ്റെയും പുഴയുടെയും ഭംഗി സുരക്ഷിതമായി ആസ്വദിക്കാനുള്ള പദ്ധതിയാണ് വിഭാവനം ചെയ്യുന്നത്. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. N. ഷംസുദ്ദീൻ MLA കുരുത്തിച്ചാലിൽ വിളിച്ചു ചേർത്ത ബന്ധപ്പെട്ടവരുടെ യോഗത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. അന്നത്തെ സബ് കളക്ടറായിരുന്ന PB നൂഹാണ് കുരുത്തിച്ചാലിൻ്റെ ടൂറിസം സാധ്യത മുന്നിൽ കണ്ട പദ്ധതി നിർദ്ദേശിച്ചത്. റവന്യൂ വകുപ്പിൻ്റെ കൈവശമുള്ള 1.5 ഏക്കർ സ്ഥലത്താണ് പദ്ധതി നടപ്പാക്കുന്നത്. സന്ദർശകർക്ക് പുഴയിലിറങ്ങാൻ കഴിയാത്ത വിധം വേലികെട്ടി സുരക്ഷ ഉറപ്പാക്കും. നടപ്പാത, വ്യൂ പോയിന്റ്, ലാൻഡ്സ്കേപ്പിംഗ്, ഫുഡ് കോർണർ, ടിക്കറ്റ് കൗണ്ടർ, പാർക്കിംഗ് തുടങ്ങിയവയാണ് ആദ്യഘട്ടത്തിൽ നടപ്പാക്കുന്നത്. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ എഞ്ചിനീയർമാരുടെ നേതൃത്വത്തിൽ വിശദമായ പദ്ധതി രേഖ തയ്യാറാക്കിയിട്ടുണ്ട്. ഞാൻ പാലക്കാട് ജില്ലയുടെ ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ സെക്രട്ടറിയായി ആദ്യമായി ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോഴേക്ക് ആദ്യമായിട്ട് വന്ന ഒരു പ്രപ്പോസലാണ്. അപ്പം അന്ന് തന്നെ ബഹുമാനപ്പെട്ട നേരത്തെ സബ് കളക്ടറായിരുന്ന നൂഹ് സാറ് എന്നെ വിളിച്ച് പറയുകയും അടിയന്തരമായിട്ട് അത് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അന്ന് തന്നെ അത് DPR തയ്യാറായിരുന്നു. നേരത്തെ തന്നെ 21 മുന്നേ തന്നെ DPR തയ്യാറായി. എനിക്ക് തോന്നുന്നത് 2018 ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് അതിൻ്റെ DPR ഒരു സ്കെലറ്റൻ രൂപത്തിൽ തയ്യാറായിരുന്നു. അതിനുശേഷമാണ് 21 ഈ സ്ഥലം പദ്ധതി പ്രദേശം സന്ദർശിക്കുകയും അതിൻ്റെ ആ ഒരു സേഫ്റ്റി മെഷേഴ്സ്, നമ്മുടെ സുരക്ഷയുടെ കാര്യം കണക്കിലെടുത്തുകൊണ്ട് ആ എമൗണ്ടിൽ, അതായത് ആദ്യം 99 ലക്ഷം നമ്മൾ വെച്ചിരുന്ന പദ്ധതി തുകയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അഡീഷണലായിട്ട് നമ്മൾ ഒരു ബഹുമാനപ്പെട്ട MLA പറഞ്ഞ ചെറിയൊരു കറക്ഷൻ, ഒരു 2 കോടി നമ്മൾ ജനറലായിട്ട് വെക്കാൻ ഉദ്ദേശിച്ചെങ്കിലും ഫണ്ടിൻ്റെ അപര്യാപ്തത കൊണ്ട് നമ്മൾ 1,29 ലക്ഷമാണ് അതിനകത്ത് രണ്ടാമത്തെ DPRൽ നമ്മൾ വെച്ചത്. സ്ഥലം പാട്ടത്തിന് നൽകാൻ റവന്യൂ വകുപ്പ് സമ്മതിച്ചിട്ടുണ്ട്. പ്രതിവർഷം 1.55 ലക്ഷം രൂപ റവന്യൂ വകുപ്പിന് പാട്ടം നൽകണമെന്ന റവന്യൂ വകുപ്പിൻ്റെ നിർദ്ദേശം DTPC അംഗീകരിച്ചിട്ടുണ്ട്. ആദ്യത്തെ 5 വർഷം പാട്ടം ഒഴിവാക്കണമെന്ന നിർദ്ദേശം DTPC മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ തീരുമാനമായാൽ സ്ഥലം ഉടൻ DTPC ഏറ്റെടുക്കും. ഭൂമിയുമായി ബന്ധപ്പെട്ട ഫയലുകൾ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ മുമ്പിലാണ്. പ്രിൻസിപ്പൽ സെക്രട്ടറി തീരുമാനമെടുക്കേണ്ട കാലതാമസം മാത്രമാണുള്ളതെന്ന് DTPC പ്രതിനിധി പറഞ്ഞു. ഇക്കാര്യത്തിനായി പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായി ബന്ധപ്പെടാമെന്ന് MLA പറഞ്ഞു.
ഈ ലാൻഡ് റവന്യൂ ലാൻഡാണ്. അപ്പോൾ റവന്യൂ വകുപ്പ് അത് ടൂറിസം വകുപ്പിന് കൈമാറും. അങ്ങനെ കൈമാറണമെങ്കിൽ അത് ലീസിനാണ് കൊടുക്കുക. അത് നമ്മുടെ രാജ്യത്തെ ഭൂമി സംബന്ധിച്ച നിയമങ്ങളാണ്, സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഭൂമി കൈമാറുന്നതിനുള്ള നിയമങ്ങളാണ്. അപ്പോൾ ആ കൈമാറ്റത്തിനുള്ള അനുവാദം ചോദിച്ചുകൊണ്ടുള്ള ഫയൽ ഇപ്പോൾ ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ മുമ്പാകെയാണുള്ളത്. അതിൽ നമ്മുടെ ജില്ലാ കളക്ടർ ഒരു നിർദ്ദേശം കൂടി സമർപ്പിച്ചു. 5 വർഷത്തേക്ക് അതിൻ്റെ ലീസ് ഒഴിവാക്കി തരണം. പിന്നെ ലീസ് നിശ്ചയിക്കുന്ന നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായി. അതവിടെ നമ്മുടെ തഹസിൽദാറും മറ്റുമൊക്കെ ആയിട്ട് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടുത്തെ ഭൂമിയുടെ വില, മാർക്കറ്റ് വാല്യൂ ഇതെല്ലാം കണക്കൂട്ടി എത്രയാണ് ലീസ് 1,40,50,000 റൗണ്ട് ചെയ്ത് പറയുകയാണെങ്കിൽ പ്രതിവർഷം റവന്യൂ വകുപ്പിന് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കണം. അപ്പോൾ അതിലൊന്നും അവർ തമ്മിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ഒരു പദ്ധതി തുടങ്ങുമ്പോൾ ആദ്യത്തെ 5 കൊല്ലം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ശൈശവ ദശയാണ്. അതുകൊണ്ട് ആദ്യത്തെ 5 കൊല്ലം അതിനൊരു എക്സംഷൻ, അത് ഒഴിവായി കിട്ടണം എന്നുള്ളൊരു റിക്വസ്റ്റ് ഉണ്ട്. ഈ ഫയൽ ഇപ്പോൾ ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ മുമ്പാകെ ഇരിക്കുകയാണ്. അപ്പോൾ അതിൽ അനുവാദം കിട്ടിക്കഴിഞ്ഞാൽ, ഞങ്ങൾ അവിടെ ബന്ധപ്പെടുന്നുണ്ട്, അതിൽ അനുവാദം കിട്ടിക്കഴിഞ്ഞാൽ ഈ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പദ്ധതി ഇവിടെ തുടങ്ങാൻ സാധിക്കും. ജില്ലാ പഞ്ചായത്തിൽ നിന്ന് 25 ലക്ഷവും കുമരമ്പത്തൂർ പഞ്ചായത്ത് 5 ലക്ഷവും സുരക്ഷ ഉറപ്പാക്കാനായി അനുവദിച്ചിട്ടുണ്ടെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം ഗഫൂർ കോൽക്കളത്തിൽ അറിയിച്ചു. ഈ തുക സുരക്ഷയ്ക്കായി ഉപയോഗപ്പെടുത്താൻ യോഗത്തിൽ ധാരണയായി. കുരുത്തിച്ചാലിൽ സന്ദർശകരുടെ സുരക്ഷയ്ക്ക് മുന്തിയ പരിഗണന നൽകണമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത പറഞ്ഞു. പദ്ധതി നീണ്ടുപോകുന്നതിൽ പ്രദേശവാസികൾ ഉത്കണ്ഠ അറിയിച്ചു. വിശദമായ പദ്ധതി രേഖയ്ക്ക് അംഗീകാരം നൽകാൻ പോലും 4.5 വർഷം എടുത്തത് മുൻ പഞ്ചായത്ത് അംഗവും പ്രദേശവാസിയുമായ ജോസ് കൊല്ലിയിൽ ചൂണ്ടിക്കാട്ടി. പദ്ധതി നടപ്പാക്കുന്ന 1.5 ഏക്കറിൽ ആവശ്യത്തിന് പാർക്കിംഗ് സൗകര്യം ഉണ്ടാകില്ലെന്ന് ജോസ് പറഞ്ഞു. അവധി ദിവസങ്ങളിൽ സന്ദർശകർ റോഡിൽ വാഹനം നിർത്തുന്നത് കാരണം പ്രദേശവാസികൾക്ക് അത്യാവശ്യ കാര്യങ്ങൾക്ക് പോലും പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. ഇത് പരിഹരിക്കാൻ പ്രദേശത്തെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലവും കൂടി എംപാനൽ ചെയ്യണമെന്നും ജോസ് കൊല്ലിയിൽ പറഞ്ഞു. ഏറ്റെടുത്ത സ്ഥലത്ത് മറ്റേ പാർക്കിംഗ് ഉൾപ്പെടെ വരുന്നതെന്ന് പറഞ്ഞു. പക്ഷെ അവിടെ നമുക്ക് പാർക്കിങ്ങിന് സൗകര്യം ഇല്ല. ഞാൻ അന്നത് പറഞ്ഞായിരുന്നു. അപ്പോൾ നമുക്ക് ഈ പാർക്കിങ്ങിന് എന്തായാലും സ്വകാര്യ വ്യക്തികളെ തന്നെ നമുക്ക് ആശ്രയിച്ചേ പറ്റൂ. ഓൾറെഡി 10ഓളം പേര് ഈ പാർക്കിംഗ് ഗ്രൗണ്ട് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരെ എംപാനൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പഞ്ചായത്തിൻ്റെ തന്നെ ഇതിലൊരു എംപാനൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏതാണ്ട് 150ഓളം വാഹനങ്ങൾ ആളുകൾക്ക് തടസ്സമില്ലാത്ത രീതിയിൽ തന്നെ പ്രൈവറ്റ് വ്യക്തികളുടെ പറമ്പിലേക്ക് അവർ ഉണ്ടാക്കി വെച്ച പാർക്കിങ്ങിലേക്ക് കയറ്റാൻ പറ്റും. ഈ നിയന്ത്രണങ്ങളുടെ അഭാവത്തിൽ സഞ്ചാരികൾ പ്ലാസ്റ്റിക് മാലിന്യം, ഭക്ഷണാവശിഷ്ടങ്ങൾ, മദ്യക്കുപ്പികൾ പുഴയിൽ തള്ളുന്നു. അതിൻ്റെ സ്ലൈഡ് വരുന്നുണ്ട്. പുഴയിൽ സജീവമായ മദ്യപാനവും മയക്കുമരുന്നും ഉപയോഗം. ഇതിപ്പോൾ നമുക്കറിയാം, ബഹുമാനപ്പെട്ട പോലീസ് നമുക്ക് 5 മണി വരെയാണ് അവിടെ നിൽക്കുന്നുള്ളൂ. പദ്ധതി വേഗത്തിലാക്കാൻ നടപടി വേണമെന്ന് രവി എടേരം ആവശ്യപ്പെട്ടു. പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ ആമ്പാടത്ത് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് റസീന വറോഡൻ, സ്ഥിരസമിതി അധ്യക്ഷരായ ഇന്ദിര മടത്തുംപള്ളി, സഹദ് അരിയൂർ, പഞ്ചായത്ത് അംഗം ഡി വിജയകുമാരി, DTPC പ്രതിനിധികളായ അനിൽകുമാർ, സിൽവർട്ട് ജോസ്, സൈലന്റ് വാലി DFO സാജു വർഗീസ്, മണ്ണാർക്കാട് പോലീസ് ഇൻസ്പെക്ടർ MB രാജേഷ്, XICI ജയചന്ദ്രൻ, തഹസിൽദാർ ജോയ് തുടങ്ങിയവർ പങ്കെടുത്തു. ക്രിമിനൽ കേസിൽ ഹാജരാകാനെത്തിയ ഇരുവിഭാഗങ്ങൾ തമ്മിൽ കോടതി വളപ്പിൽ വച്ച് ഏറ്റുമുട്ടി. മതവിദ്വേഷത്തോടു കൂടിയ ലഹളയുണ്ടായി എന്ന കേസിൽ ഇരുവിഭാഗങ്ങളിൽ നിന്നുമായി 4 പേർ അറസ്റ്റിലായി. ആകെ 10 പേർക്കെതിരെയാണ് കേസെടുത്തത്. ബുധനാഴ്ച രാവിലെ 11:30 ഒറ്റപ്പാലം അഡീഷണൽ ജില്ലാ സെഷൻ കോടതി വളപ്പിൽ വെച്ചാണ് സംഭവം. ക്രിമിനൽ കേസുകളിൽ കോടതിയിൽ ഹാജരാകാനെത്തിയ ഇരുവിഭാഗങ്ങളാണ് കൊമ്പ് കോർത്തത്. ഇരുവിഭാഗങ്ങളിലും ഹാജരായവർ വധശ്രമ കേസിലെ പ്രതികളായിരുന്നു. കോടതി മുറിക്കുള്ളിൽ വെച്ചുണ്ടായ ചില തർക്കങ്ങൾ പുറത്തെത്തിയപ്പോൾ സംഘർഷത്തിലേക്ക് നീങ്ങുകയായിരുന്നു. ഒറ്റപ്പാലം പോലീസ് സ്ഥലത്തെത്തി ഇരുവിഭാഗക്കാരെയും കസ്റ്റഡിയിലെടുക്കുകയാണുണ്ടായത്. ഇരുവിഭാഗക്കാരും തമ്മിലുള്ള മുൻ വൈരാഗ്യമാണ് സംഘർഷത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറഞ്ഞു. SDPI പ്രവർത്തകരായ വരോട് വീരമംഗലം മുഹമ്മദ് റിൻഷാദ്, കുളമുള്ളി കാജ ഹുസൈൻ, പുത്തൻപീടിയൽ മുഹമ്മദ് അലി എന്നിവരാണ് അറസ്റ്റിലായത്. പോലീസ് കസ്റ്റഡിയിലെടുത്ത ശേഷം ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട വരോട് മൂച്ചിക്കൽ ഷബീർ അലിയെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കസ്റ്റഡിയിലെടുത്ത ശേഷം മർദ്ദിച്ചതാണ് ദേഹാസ്വാസ്ഥ്യം ഉണ്ടാവാൻ കാരണമെന്ന് SDPI ആരോപിച്ചു. എതിർവിഭാഗത്തിൽ നിന്നും പനമണ്ണ ചക്യാവിൽ രാമചന്ദ്രനാണ് അറസ്റ്റിലായത്. ഇയാൾ BJP ബന്ധമുള്ളയാളാണെന്നും ഈ സംഘത്തിലുള്ള 4 പേർ കൂടി പിടിയിലാവാനുണ്ടെന്നും പോലീസ് അറിയിച്ചു. അറസ്റ്റിലായ രാമചന്ദ്രന് BJPയുമായി ബന്ധമില്ലെന്ന് നേതാക്കൾ അറിയിച്ചു. അങ്ങാടിപ്പുറത്ത് റോഡ് നവീകരിച്ച ഭാഗത്ത് വീണ്ടും കുഴികൾ. റെയിൽവേ മേൽപ്പാലത്തിന് സമീപം കുഴികൾ കാരണം ഇന്റർലോക്ക് കട്ടകൾ പതിച്ച് നവീകരിച്ച ഭാഗത്തോട് ചേർന്നാണ് വീണ്ടും കുഴികൾ രൂപപ്പെട്ടത്. ചെറിയ കുഴികൾ വലിയ കുഴികളായി രൂപപ്പെടുന്ന സ്ഥിതിയാണിപ്പോൾ. കുഴികൾ വാഹനങ്ങൾക്ക് തടസ്സമാവുകയാണ്.
റോഡിലെ കുഴികൾ കാരണം ഇന്റർലോക്ക് കട്ടകൾ പതിച്ച് നവീകരിച്ച പ്രവൃത്തികൾ പൂർത്തിയാക്കി. അങ്ങാടിപ്പുറം മേൽപ്പാലം ജൂലൈ 6-ന് ഭാഗികമായും 11-ന് പൂർണ്ണമായും ഗതാഗതത്തിന് തുറന്നുകൊടുത്തിരുന്നു. മേൽപ്പാലത്തിനും അൽപ്പക്കുളത്തിനുമിടയിലെ 70 മീറ്റർ ഭാഗത്താണ് ഇന്റർലോക്ക് കട്ടകൾ പതിപ്പിച്ചത്. വലിയ കുഴികൾ ഉള്ളതിനാൽ വാഹനങ്ങൾ ഇവിടെ വേഗത കുറച്ചു പോകുന്നുവെന്നായിരുന്നു പരാതി. ഇത് പരിഹരിക്കാനാണ് ഇവിടെ ഇന്റർലോക്ക് കട്ടകൾ പതിച്ചത്. എന്നാൽ കട്ടകൾ പതിച്ച ഭാഗത്തോട് ചേർന്ന് വീണ്ടും റോഡിൽ കുഴികൾ രൂപാന്തരപ്പെട്ടിരിക്കുകയാണിപ്പോൾ. മഴ പെയ്താൽ കുഴികളിൽ ചെളിവെള്ളം കെട്ടിനിൽക്കും. വാഹനങ്ങൾ ഇവിടെ എത്തുമ്പോൾ വേഗത കുറച്ചാണ് പോകുന്നത്. ചെറിയ കുഴികൾ വലിയ കുഴികളായി മാറുകയാണ്. അങ്ങാടിപ്പുറം നഗരത്തിലും ചില ഭാഗങ്ങളിൽ റോഡ് തകർന്ന കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴും അങ്ങാടിപ്പുറത്തെ ഗതാഗതക്കുരുക്കിൽ കാര്യമായ മാറ്റമില്ല. കടമ്പളിപ്പുറം ആലങ്ങാട് തിരുവമ്പലം അങ്കണവാടിയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യവുമായി BJP. ചോർച്ച കാരണം ചുമരുകൾ കുതിർന്ന് അപകടാവസ്ഥയിലാണ് നിലവിൽ കെട്ടിടം. മേൽക്കൂരയിൽ വെള്ളം കെട്ടിനിൽക്കുന്നതാണ് ചോർച്ചയ്ക്ക് പ്രധാന കാരണം. അടുത്തുള്ള റബ്ബർ തോട്ടത്തിൽ നിന്നും വീഴുന്ന ഇലകളും വെള്ളക്കെട്ടിന് കാരണമാകുന്നു. കെട്ടിടത്തിൻ്റെ മുകളിലേക്ക് ചാഞ്ഞാണ് റബ്ബർ മരങ്ങൾ നിൽക്കുന്നത്. മുറ്റത്ത് വിരിച്ച കട്ടകളിലും പൂപ്പൽ പിടിച്ച വഴുക്കലുള്ളതിനാൽ കുട്ടികളും രക്ഷിതാക്കളും തെന്നി വീഴുന്നുമുണ്ട്. 11 കുട്ടികളും 2 ജീവനക്കാരുമാണ് അംഗൻവാടിയിലുള്ളത്. കുട്ടികൾ ഉറങ്ങുന്ന മുറിയുടെ ചുവരിലും നനവുണ്ട്. 19 വർഷം പഴക്കമുള്ളതാണ് കെട്ടിടം. വെട്ടുകല്ലുകൊണ്ട് നിർമ്മിച്ച മേൽക്കൂര കോൺക്രീറ്റ് ചെയ്തതാണ്. അറ്റകുറ്റപ്പണിക്ക് അധികൃതരോട് പലതവണ ആവശ്യപ്പെട്ടെങ്കിലും ഇതുവരെയും ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്ന് ജീവനക്കാർ പറയുന്നു. ചോർച്ചുണ്ട്, കുട്ടികളുണ്ട്. അപ്പോൾ അവരൊക്കെ ഒരു സുരക്ഷിതമായിട്ട് ഇരുത്തണം. ഞങ്ങൾക്ക് അത്രമാത്രമേ പറയും. കൂടെ കയറാൻ ഇതിൻ്റെ വയസ്സായതാണ്. അപ്പോൾ അത് കൂടെ കയറാൻ ബുദ്ധിമുട്ടാണ്. ആരെങ്കിലും വിളിച്ചിട്ട് വേണം ചെയ്യിക്കുക. ചില അമ്മമാരോട് പറഞ്ഞാൽ അവരും പറയില്ല ഞങ്ങൾക്ക് കയറാൻ പറ്റില്ല, ഫോണിൽ കൂടെ ഞങ്ങൾക്ക് പറയില്ല. അപ്പോൾ കുട്ടികളുടെ അമ്മമാരും അങ്ങനെ പറയുന്നത് പേടിയാവുകയാണ്. കെട്ടിടം കുറേ കാലമായില്ലേ, അതുകൊണ്ട് ഞങ്ങൾക്ക് സുരക്ഷിതമായിട്ട് എന്തെങ്കിലും മുകളിൽ ഷീറ്റ് വേണമെന്ന് മാത്രമേ പറയാറുള്ളൂ. മുകളിൽ കയറാൻ വീതി കുറഞ്ഞ വളരെ ചെറിയൊരു ഇരുമ്പ് കോണിയാണുള്ളത്. ഇതിലൂടെ കയറി മുകൾ ഭാഗം വൃത്തിയാക്കാൻ ജീവനക്കാർക്ക് ബുദ്ധിമുട്ടാണ്. ടെറസിന് മുകളിൽ ഷീറ്റ് മേയുകയോ കെട്ടിടത്തിന് ഭീഷണിയായി നിൽക്കുന്ന റബ്ബർ അടക്കമുള്ള മരങ്ങൾ മുറിച്ചു മാറ്റുകയോ ചെയ്ത് കുട്ടികളുടെ സംരക്ഷണം ഉറപ്പുവരുത്താൻ പഞ്ചായത്ത് അധികാരികൾ തയ്യാറാകണമെന്ന് BJP മണ്ഡലം ജനറൽ സെക്രട്ടറി N. സച്ചിദാനന്ദൻ ആവശ്യപ്പെട്ടു. ഏകദേശം 11 കുട്ടികളും 2 അംഗനവാടി ഒരു ടീച്ചറും ഒരു ഹെൽപ്പറും അടങ്ങുന്ന 13 പേര് ഉള്ള ഈ സ്ഥാപനം ഇന്ന് മേൽക്കൂരയിൽ നിന്നും വെള്ളം ചോർന്നു വീണുകൊണ്ട് ഈ അംഗനവാടിയുടെ മുഴുവൻ സ്ഥലങ്ങളിലേക്കും വെള്ളം വീണിറങ്ങുന്ന സംവിധാനം നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അടിയന്തരമായിട്ട് ഇതിൻ്റെ മേൽക്കൂരയ്ക്ക് പ്രശ്നം പറ്റാത്ത രീതിയിൽ റൂഫിംഗ് പോലുള്ള സംവിധാനങ്ങൾ ചെയ്യാൻ പഞ്ചായത്തിൻ്റെ ഭരണാധികാരികൾ തയ്യാറാവണം. അതുപോലെ തന്നെ ഒരു അംഗനവാടി എന്ന് പറയുമ്പോൾ ഈ അംഗനവാടിയുടെ പ്രധാനമായ തകർച്ചയ്ക്ക് കാരണം എന്ന് പറയുന്നത് തൊട്ടപ്പുറത്ത് നിൽക്കുന്ന മരങ്ങൾ, ഈ റബ്ബർ മരങ്ങൾ അടക്കമുള്ള വലിയ വലിയ മരങ്ങൾ ഈ മറ്റേ അംഗനവാടി കെട്ടിടത്തിൻ്റെ മുകളിലേക്ക് ഭീഷണിയായി നിലനിൽക്കുകയാണ്. ഇത് പഞ്ചായത്തിൻ്റെ അധികാരികൾ എത്രയും പെട്ടെന്ന് ഇത് മുറിച്ചു മാറ്റാനുള്ള നടപടിയെടുക്കണം. ഒരാൾക്കും ഉപയോഗശൂന്യമായിട്ടാണ് ആ കെട്ടിടങ്ങൾ നിൽക്കുന്നത്. കണ്ണൂർശിയിലെ റിക്രിയേഷൻ ക്ലബ്ബ് ആയാലും 25 ലക്ഷം രൂപ ചെലവഴിച്ച റിക്രിയേഷൻ ക്ലബ്ബ് കടമ്പഴിപ്പുറം പഞ്ചായത്തിൻ്റെ വിവിധ വാർഡുകളിൽ ഇതുപോലുള്ള ധാരാളം കെട്ടിടങ്ങൾ ആളുകൾക്ക് ഉപകാരപ്രദമല്ലാത്ത രീതിയിൽ കെട്ടി ഉയർത്തിയിട്ടുണ്ട്. എന്നാൽ ചെറിയ ഒരു സംഖ്യ ഇതിലേക്ക് മാറ്റിവെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികളുടെ ജീവൻ ഏറ്റവും വിലപ്പെട്ടതാണ്. കാരണം നമുക്കറിയാം ബിൽഡിങ്ങുകൾ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. കനത്ത മഴയൊക്കെ വരുന്ന സമയത്ത് റബ്ബർ മരങ്ങൾ പോലുള്ള സംവിധാനങ്ങളിൽ വേര് ബലമില്ലാത്ത സമയത്ത് ഈ റബ്ബർ മരങ്ങളൊക്കെ ഈ ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് വീഴാനുള്ള സ്ഥിതിയുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു ശാശ്വതമായ പരിഹാരം കാണാൻ ഇവർ തയ്യാറാകണം. അതല്ല എങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി ശക്തമായ നിയമ നടപടികളും സമരവുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് അറിയിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. പട്ടാമ്പി താലൂക്കിൽ ബൂത്ത് ലെവൽ ഓഫീസർമാർക്കുള്ള പരിശീലന പരിപാടിക്ക് തുടക്കമായി. പട്ടാമ്പി ഗവൺമെൻറ് കോളേജിൽ ആരംഭിച്ച പരിശീലനം ഡെപ്യൂട്ടി കളക്ടർ ആൽഫ ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി കുറ്റമറ്റ രീതിയിൽ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായാണ് ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുന്നത്. ആദ്യഘട്ടത്തിൽ ബൂത്ത് ലെവൽ ഓഫീസർമാർക്കുള്ള പരിശീലനമാണ് നടക്കുന്നത്. പട്ടാമ്പി ഗവൺമെൻറ് കോളേജിൽ മുൻ ദിവസങ്ങളിലായി നടക്കുന്ന പരിശീലന പരിപാടി ഡെപ്യൂട്ടി കളക്ടർ ആൽഫ ഉദ്ഘാടനം ചെയ്തു. ഈ ഒരു ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വോട്ട് നമുക്ക് എല്ലാവർക്കും
തഹസിൽദാർ ടി.പി. കിഷോർ, ഭൂരേഖ തഹസിൽദാർ സെയ്ദ് മുഹമ്മദ്, ഡെപ്യൂട്ടി തഹസിൽദാർ കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പരിശീലനം ആരംഭിച്ചു. പട്ടാമ്പി, തൃത്താല മണ്ഡലങ്ങളിലെ വിവിധ പഞ്ചായത്തുകളിൽ നിന്നും 300ഓളം BLOമാർ പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു. പട്ടാമ്പി, തൃത്താല എന്നിവിടങ്ങളിലേക്ക് 4 വീതം മാസ്റ്റർ ട്രെയിനർമാരുടെ നേതൃത്വത്തിലാണ് ക്ലാസുകൾ നൽകുന്നത്. പരിശീലനം വ്യാഴാഴ്ച സമാപിക്കും. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരുക്കിയ സ്ട്രീം ഹബ്, ക്രിയേറ്റീവ് കോർണർ എന്നിവ ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നൽകുകയാണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത്. പൊതുവിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷ കേരളം, കുസാറ്റ് എന്നിവയുമായി ചേർന്ന് സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുക, ഗുണനിലവാരം ഉയർത്തുക എന്നീ ലക്ഷ്യത്തോടു കൂടിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. പട്ടാമ്പി സബ് ജില്ലയിൽ പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരുക്കിയ സ്ട്രീം ഹബ്, ക്രിയേറ്റീവ് കോർണർ എന്നിവയുടെ ഉദ്ഘാടനം മുഹമ്മദ് മോഹസിൻ MLA നിർവഹിച്ചു. പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ. ലക്ഷ്മിക്കുട്ടി അധ്യക്ഷയായി. VP മനോജ് പദ്ധതി വിശദീകരണം നടത്തി. സംസ്ഥാന പ്രവൃത്തി പരിചയമേള മുൻ സംസ്ഥാന സെക്രട്ടറി R. ശാന്തകുമാരൻ, പട്ടാമ്പി നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ P. ആനന്ദവല്ലി, P. വിജയകുമാരൻ, N. രാജൻ, P. K. കവിത, K. T. റുഖിയ, വാർഡ് കൗൺസിലർ C. സംഗീത, PTA പ്രസിഡന്റ് CA. റാസി, SMC ചെയർമാൻ P. C. ഷാനവാസ്, PTA വൈസ് പ്രസിഡന്റ് T. കൃഷ്ണദാസ്, SMC വൈസ് ചെയർമാൻ K. P. പ്രസാദ്, പ്രിൻസിപ്പൽ M. വിജയൻ, ഹെഡ്മാസ്റ്റർ UP മനോജ് കുമാർ, സ്ട്രിംഗ് എക്സ്പെർട്ടുകളായ MP അഞ്ജു, P. അനില, T. ഫിറോസ്, K. നിരഞ്ജൻ, ക്ലസ്റ്റർ കോർഡിനേറ്റർ അമൃത എന്നിവർ സംസാരിച്ചു. ലക്കിടി കിള്ളിക്കുറിശിമംഗലം മാണി മാധവ ചാക്യാർ സ്മാരക ഗുരുകുലം ആഷാഢോത്സവം, കൂടിയാട്ട മഹോത്സവം സംഘടിപ്പിക്കും. ജൂലൈ 17 മുതൽ ആഗസ്റ്റ് 16 വരെ വൈകിട്ട് 6:30 മുതൽ ഗുരുകുലം നാട്യശാലയിലാണ് പരിപാടി നടക്കുക എന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കൂടിയാട്ടം, നങ്ങ്യാരമ്മക്കൂത്ത്, ചാക്യാർകൂത്ത്, പാഠകം, മിഴാവിൽ തായമ്പക, മിഴാവ് മേളം, കുഴൽപ്പറ്റ് എന്നിവയുടെ രംഗാവതരണമാണ് നടക്കുക. വ്യാഴാഴ്ച വൈകിട്ട് 6:30 മന്ത്രാംഗം കൂത്തുപുറപ്പാടോടുകൂടിയാണ് ആഷാഢോത്സവത്തിന് തുടക്കമാകുക. 18-ാം തീയതി മുതൽ 21 വരെ അന്തകവധം കൂടിയാട്ടം, 22-ാം തീയതി മുതൽ 25 വരെ ചാക്യാർകൂത്ത്, 24-ാം തീയതി മുതൽ 28 വരെ സീതാരാഘവം കൂടിയാട്ടം, 29-ാം തീയതി മുതൽ 31 വരെ പാഠകം, ഓഗസ്റ്റ് 1 മുതൽ 9 വരെ നങ്ങ്യാരമ്മക്കൂത്ത്, 10-ാം തീയതി മിഴാവിൽ തായമ്പക, 11-ാം തീയതി മുതൽ മത്തവിലാസം കൂടിയാട്ടം, 16-ാം തീയതി പാഠകം എന്നിങ്ങനെയാണ് പരിപാടി നടക്കുക. ആഷാഢോത്സവം എന്ന കൂടിയാട്ട മഹോത്സവത്തിൻ്റെ തുടക്കം ഈ വരുന്ന ജൂലൈ 17-ാം തീയതി ആരംഭിക്കുകയാണ്. ഇപ്രാവശ്യത്തെ ആഷാഢോത്സവത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗുരു പത്മശ്രീ P. K. നാരായണൻ നമ്പ്യാരാശാൻ ചിട്ടപ്പെടുത്തിയിട്ടുള്ള കൂടിയാട്ടങ്ങളും നങ്ങ്യാരമ്മക്കൂത്തുകളും ചാക്യാർ കൂത്തുകളും പാഠകങ്ങളും ആണ് ഇന്ന് ഈ പ്രാവശ്യത്തെ ആഷാഢോത്സവത്തിൽ അവതരിപ്പിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ മത്തവിലാസം കൂടിയാട്ടം. മത്തവിലാസം എന്ന് പറയുന്നത് അനുഷ്ഠാനപരമായിട്ട് ക്ഷേത്ര മതിൽക്കെട്ടിനകത്തുള്ള കൂത്തമ്പലങ്ങളിലോ അല്ലെങ്കിൽ വലിയ അമ്പലങ്ങളിലോ ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കായിട്ട് നടത്തുന്ന വഴിപാട് കൂത്തുകളായിട്ടാണ് മത്തവിലാസം കൂത്ത് നടന്നു പോന്നിരുന്നത്. അത് കരിവള്ളൂർ, മാടായിക്കാവ്, കൊട്ടിയൂര് തുടങ്ങിയിരിക്കുന്ന ക്ഷേത്രങ്ങളിലൊക്കെ ഇപ്പോഴും 1 മാസം നീണ്ടു നിൽക്കുന്ന അനുഷ്ഠാനങ്ങളായിട്ട് നടന്നു വരുന്നു. ഒറ്റപ്പാലത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ P. K. ഹരീഷ് നമ്പ്യാർ, വാസന്തി നാരായണൻ, സദനം വിനോദ് എന്നിവർ പങ്കെടുത്തു. ഭക്ത്യാദര പുണ്യവുമായി വീണ്ടും ഒരു കർക്കിടകം കൂടി എത്തിയിരിക്കുകയാണ്. രാമായണ മാസം കൂടിയാണ് ഹൈന്ദവ വിശ്വാസികൾക്ക് കർക്കിടകം. ക്ഷേത്രങ്ങളിലും ഗൃഹങ്ങളിലുമെല്ലാം രാമായണം പാരായണം ചെയ്യുന്നത് കർക്കിടക മാസത്തിൻ്റെ പ്രത്യേകതയാണ്. കർക്കിടകം ദുർഘടം എന്നൊരു ചൊല്ലുമുണ്ട് പഴമക്കാർക്കിടയിൽ. ഇടതോരാതെ പെയ്യുന്ന മഴ, രോഗങ്ങളും ദുരിതങ്ങളും നിറഞ്ഞ പഞ്ഞമാസം, ഇതൊക്കെയാണ് പഴമക്കാരുടെ ഓർമ്മകളിൽ കർക്കിടകം.
രോഗദുരിത കഷ്ടനഷ്ടങ്ങളിൽ നിന്നെല്ലാം മോചനം ലഭിക്കാൻ രാമായണം പാരായണം ചെയ്യുന്നു. ഭക്തിയും ഈശ്വരചിന്തയും പ്രാർത്ഥനയും ഇഴചേരുന്ന മാസമായാണ് കർക്കിടകം വന്നുപോകുന്നത്. രാമായണ മാസമായി ഹൈന്ദവ വിശ്വാസികൾ കർക്കിടകത്തെ കരുതിപ്പോരുന്നു. ക്ഷേത്രദർശനം നടത്തുന്നതും രാവിലെയും വൈകിട്ടും ഗൃഹങ്ങളിൽ രാമായണം പാരായണം ചെയ്യുന്നതുമെല്ലാം ഈ മാസത്തെ ഭക്ത്യാദരമാക്കുന്നു. കർക്കിടകത്തിലെ ആദിവ്യാധികളിൽ നിന്നെല്ലാമുള്ള രക്ഷയായാണ് വിശ്വാസികൾ രാമനാമജപം നടത്തുന്നത്. മത്സ്യമാംസാദികൾ വെടിഞ്ഞ് ആധ്യാത്മിക ചിന്തയിലും ഭക്തിയിലും മുഴുകി വിശ്വാസികൾ കർക്കിടകത്തിൽ മനസ്സും ശരീരവും ശുദ്ധമാക്കുന്നു. വിഘ്നങ്ങൾ അകറ്റാനുള്ള വിവിധ പൂജകൾ, അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ഗജപൂജ, ആനയൂട്ട് എന്നിവയും കർക്കിടകത്തിൽ ക്ഷേത്രങ്ങളിൽ നടത്തിവരുന്നു. ആയുർവേദ ചികിത്സയ്ക്കും പ്രാധാന്യമുള്ള മാസമാണ് കർക്കിടകം. കർക്കിടക ചികിത്സ, കർക്കിടക കഞ്ഞി, കർക്കിടക കൂട്ട് എന്നിവ പ്രസിദ്ധമാണ്. കർക്കിടകത്തെ വരവേൽക്കുന്നതിനായി തലേനാൾ ഭക്തിപുരസ്സരം നടത്താറുള്ള ചേട്ടക്കളയലും ശീവോതി വെക്കലുമെല്ലാം അപൂർവമായാണെങ്കിലും ഇന്നും ഹൈന്ദവ ഭവനങ്ങളിൽ നടന്നു പോരുന്നുണ്ട്. ഒരു ചെറിയ ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. ഭിന്നശേഷിയുള്ള കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി ഒറ്റപ്പാലത്ത് LED ബൾബ് നിർമ്മാണ ശില്പശാല സംഘടിപ്പിച്ചു. കെ പ്രേംകുമാർ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഒറ്റപ്പാലം മണ്ഡലത്തിലെ മാനത്തോളം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായാണ് LED ബൾബ് നിർമ്മാണ ശില്പശാല സംഘടിപ്പിച്ചത്. ഒറ്റപ്പാലം നഗരസഭ, അമ്പലപ്പാറ പഞ്ചായത്ത്, ലക്കിടിപ്പേരൂർ പഞ്ചായത്ത് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഭിന്നശേഷിയുള്ള കുട്ടികളും രക്ഷിതാക്കളുമാണ് ഒറ്റപ്പാലം ഗവൺമെൻറ് ഭദ്ര വിദ്യാലയത്തിൽ വെച്ച് നടന്ന ശില്പശാലയിൽ പങ്കെടുത്തത്. ഒപ്പം ഗവൺമെൻറ് ഭദ്ര വിദ്യാലയത്തിലെ കുട്ടികളും രക്ഷിതാക്കളും പങ്കെടുത്തിരുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സ് എന്ന സന്നദ്ധ സംഘടനയുടെ സഹായത്തോടെയായിരുന്നു പരിശീലനം. പരിപാടി കെ പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ഈ ഒറ്റ പരിപാടി കൊണ്ട് എല്ലാ പ്രശ്നങ്ങളും ഭിന്നശേഷി മേഖലയിൽ അവസാനിക്കും എന്ന ധാരണയിലല്ല. ഇനിയും ഏറെ കാര്യങ്ങൾ നമുക്ക് ഏറ്റെടുക്കാനുണ്ട്, മുന്നോട്ട് കൊണ്ടുപോകാനുണ്ട്. അവരുടെയൊക്കെ മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് സാധ്യമായ നിലയിലുള്ള പ്രവർത്തനം ഈ മേഖലയിൽ ഇനിയും കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതാണ് MLA എന്ന നിലയിൽ ആഗ്രഹിക്കുന്നത്. മണ്ഡലത്തിലെ ഭിന്നശേഷി കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും സംഗമത്തിൽ സ്വയം തൊഴിൽ പരിശീലനം ഒരുക്കണമെന്ന് ആവശ്യം ഉയർന്നു വന്നിരുന്നു. ഇത് പരിഗണിച്ചാണ് ഇത്തരമൊരു ഇടപെടൽ ഉണ്ടായത്. സർക്കാർ ബധിര വിദ്യാലയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് മുഖ്യാതിഥിയായി. നഗരസഭാ ഉപാധ്യക്ഷൻ കെ രാജേഷ്, കൗൺസിലർ M മണികണ്ഠൻ, പ്രധാനാധ്യാപിക മിനി കുമാരി, സമഗ്രശിക്ഷ കേരള BPC വെങ്കിടേശ്വരൻ, PM മിനി ഉളനാട്ട്, പ്രൊഫസർ സുനിത BV, മധു കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂൾ PTA കമ്മിറ്റി അംഗങ്ങളെ തെരഞ്ഞെടുക്കാൻ വോട്ടെടുപ്പ്. പെരിന്തൽമണ്ണ പ്രസന്റേഷൻ സ്കൂളിലാണ് ഈ വേറിട്ടൊരു PTA കമ്മിറ്റി തെരഞ്ഞെടുപ്പ് നടന്നത്. മൊബൈൽ ആപ്പിലൂടെ ഇലക്ട്രോണിക്സ് വോട്ടിംഗ് യന്ത്രത്തിന് സമാനമായ സംവിധാനമൊരുക്കിയാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. PTA പ്രസിഡന്റിനെയും അംഗങ്ങളെയും ആരെങ്കിലും നിർദ്ദേശിക്കുകയും ഭൂരിഭാഗം പേരുടെയും പിന്തുണ ലഭിക്കുകയും ചെയ്താൽ തിരഞ്ഞെടുക്കുന്ന രീതിയാണ് മിക്ക സ്കൂളുകളിലും. കൂടുതൽ പേർ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അവകാശപ്പെട്ടാൽ വോട്ടെടുപ്പ് നടക്കും. എന്നാൽ ഈ രീതിയല്ല പെരിന്തൽമണ്ണ പ്രസന്റേഷൻ സ്കൂളിൽ തുടരുന്നത്. PTA കമ്മിറ്റിയിലെത്താൻ കടമ്പകളേറെയാണ്. PTA കമ്മിറ്റി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെ വശം കൊടുത്തുവിടുന്ന ഫോം മത്സരിക്കാൻ തയ്യാറുള്ള രക്ഷിതാക്കൾ പൂരിപ്പിച്ച് നൽകണം. ഇതാണ് നോമിനേഷൻ. മത്സരിക്കുന്നവരുടെ ലിസ്റ്റിൽ നിന്നും ഇഷ്ടമുള്ളവരെ ടിക്ക് ചെയ്ത് തിരഞ്ഞെടുക്കുന്ന രീതിയായിരുന്നു ഇതുവരെ. ഈ വർഷം തെരഞ്ഞെടുപ്പിന് പുതിയ പരിഷ്കാരം കൊണ്ടുവന്നു. ഇത്തവണ മൊബൈൽ ആപ്പ് വഴി ഇലക്ട്രോണിക്സ് വോട്ടിംഗ് യന്ത്രത്തിന് സമാനമായി സംവിധാനമൊരുക്കി. മൊബൈലിൽ സ്ഥാനാർത്ഥികളുടെ ചിത്രത്തിനു നേരെ ക്ലിക്ക് ചെയ്താൽ വോട്ടായി മാറും. രക്ഷിതാക്കൾക്ക് വോട്ട് ചെയ്യുന്നതിനായി LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി എന്നീ വിഭാഗങ്ങളിലായി 4 ബൂത്തുകൾ സജ്ജീകരിച്ചിരുന്നു. ഹയർ സെക്കൻഡറി ഫിസിക്സ് അധ്യാപകൻ M ജിതേഷിൻ്റെ നേതൃത്വത്തിലാണ് ഈ സംവിധാനം ഒരുക്കിയത്. അധ്യാപകർ, പ്രിസൈഡിംഗ് ഓഫീസർമാരും ഉദ്യോഗസ്ഥരുമായി പോളിംഗ് ഡ്യൂട്ടി നിർവഹിച്ചു. LP, UP, ഹൈസ്കൂൾ വിഭാഗങ്ങളിൽ നിന്നായി 8 പേർ PTA കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. അമൃത സന്തോഷ്, ഹസീന സാദിഖ്, രമ്യ KS, സത്താർ ആനമങ്ങാട്, ജയരാജൻ, സക്കീന PT, മോഹനൻ കർത്ത, അനിൽ പുലിപ്ര എന്നിവരാണ് PTA കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. കൂടുതൽ വോട്ടുകൾ നേടിയവരെ പ്രസിഡന്റായും വൈസ് പ്രസിഡന്റായും തിരഞ്ഞെടുത്തു. അമൃത സന്തോഷാണ് പുതിയ പ്രസിഡന്റ്. ഹസീന സാദിഖിനെ വൈസ് പ്രസിഡന്റായും തിരഞ്ഞെടുത്തു. PTA എക്സിക്യൂട്ടീവ് അധ്യാപക പ്രതിനിധികളെ നേരിട്ട് നോമിനേറ്റ് ചെയ്യും. ഇനി ഷോർട്ട് ന്യൂസ്.
മുണ്ടൂർ തൂതാപാതയിൽ കുളക്കാട് വളവിൽ മിനി വാൻ നിയന്ത്രണം വിട്ടുമറിഞ്ഞ് അപകടം. ആളപായമില്ല. ബുധനാഴ്ച രാവിലെ 9:30യോടെയാണ് അപകടം നടന്നത്. ചെർപ്പശ്ശേരി ഭാഗത്തേക്ക് വരികയായിരുന്ന വാനാണ് അപകടത്തിൽപ്പെട്ടത്. വാഹനത്തിലുണ്ടായിരുന്ന ഡ്രൈവറും സഹായിയും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കുളക്കാട് തിരുവിലെ കടയുടെ മുന്നിലെ സിമന്റ് പോസ്റ്റിൽ ഇടിച്ചതിന് ശേഷമാണ് വാൻ മറിഞ്ഞത്. JCB എത്തിച്ചാണ് മറിഞ്ഞ വാൻ റോഡിൽ നിന്ന് മാറ്റിയത്. കോങ്ങാട് കുണ്ടുവമ്പാടം ചെറുകുന്നത്ത് ഭഗവതി ക്ഷേത്രത്തിൽ പുനരുദ്ധാരണത്തിൻ്റെ ഭാഗമായി ഷഠാധാര പ്രതിഷ്ഠ നടന്നു. ക്ഷേത്രതന്ത്രി അടലാണി മനക്കൽ പരമേശ്വരൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. മേൽശാന്തി കുളങ്ങര ഗംഗാധരൻ നായർ, പുനരുദ്ധാരണ കമ്മിറ്റിക്കാർ, ദേശക്കാർ എന്നിവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നോക്കാം. മണ്ണാർക്കാട് ചങ്ങലേരിയിൽ ഒരാൾക്ക് കൂടി നിപ സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസം നിപ ബാധിച്ച് മരിച്ച 57-കാരൻ്റെ മകനാണ് രോഗം സ്ഥിരീകരിച്ചത്. കണ്ടെയ്ൻമെന്റ് സോണിൽ പ്രവേശനത്തെ ചൊല്ലി യുവാവിന് പോലീസിന്റെ മർദ്ദനം. മണ്ണാർക്കാട്ടെ നിപയുടെ പശ്ചാത്തലത്തിൽ അയൽ പഞ്ചായത്തായ കരിമ്പുഴയിലും നിയന്ത്രണം കടുപ്പിച്ചു. 3 വാർഡുകൾ പൂർണ്ണമായും അടച്ചിടുമെന്ന് പ്രസിഡന്റ്. ജനങ്ങൾക്ക് കർശന ജാഗ്രതാ നിർദ്ദേശം. പെരിന്തൽമണ്ണ ചെർപ്പശ്ശേരി പാതയിൽ ആനമങ്ങാട് വാഹനാപകടം. കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികനായ യുവാവ് മരിച്ചു. 23-കാരനായ ആഷിഖാണ് മരിച്ചത്. ചെർപ്പശ്ശേരിയിൽ കോളേജ് ബസ്സിന് മുകളിൽ മരം വീണ അപകടം, ആർക്കും പരിക്കില്ല. കുളക്കാട് നിയന്ത്രണം വിട്ട വാൻ റോഡിൽ മറിഞ്ഞു. മണ്ണാർക്കാട് കുരുത്തിച്ചാലിൽ വരും സുരക്ഷിത ടൂറിസം. ഇവിടെ വെർജിൻ വാലി ടൂറിസം പദ്ധതി ഉടൻ ആരംഭിക്കുമെന്ന് MLA. കാടിൻ്റെയും പുഴയുടെയും ഭംഗി സുരക്ഷിതമായി ആസ്വദിക്കാൻ കഴിയുന്നതാവും പദ്ധതി. ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്ന വിധമുള്ള അങ്ങാടിപ്പുറം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ വാട്സാപ്പ് സംഭാഷണത്തെ ചൊല്ലി വിവാദം. ഭീഷണി മൂലം ഉദ്യോഗസ്ഥർ മാറിപ്പോകുന്നുവെന്ന വാദം ശരിവെക്കുന്നതാണ് സംഭാഷണമെന്ന് CPM. പ്രശ്നം പരിഹരിച്ചതെന്ന് വൈസ് പ്രസിഡന്റ് ഷബീർ കറുമുഖി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.